إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنما كان قول المؤمنين إذا دعوا إلى الله ورسوله ليحكم بينهم من يقولوا سمعنا وأطعنا وأولئك هم المفلحون. സ്നേഹമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, സത്യവിശ്വാസികളെ, റഹ്മാനും റഹീമുമായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിൻ്റെ എല്ലാ അവസരങ്ങളിലും കഴിവിൻ്റെ പരമാവധി കാത്തു സൂക്ഷിക്കണമേ എന്ന് സ്വന്തത്തോടെന്ന പോലെ ആമുഖമായി നിങ്ങളെ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, ശക്തമായി വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെടുന്ന യഥാർത്ഥ അടിമകളിൽ നമ്മെ ഉൾപ്പെടുത്തുകയും അങ്ങനെ തന്നെ അവനെ കണ്ടുമുട്ടുന്ന മഹാഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ ചേർക്കുകയും ചെയ്യുമാറാവട്ടെ. പരിശുദ്ധ ഇസ്ലാമിൽ ഷഹാദത്ത് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണ് നമസ്കാരം. നമസ്കാരത്തെക്കുറിച്ച് നമ്മുടെ നേതാവ് പറഞ്ഞത് അൽ അഹ്ദുല്ലദീ ബൈനനാ വ ബൈനഹും അസ്സലാ ഫമൻ തറകഹാ ഫഖദ് കഫറ. കാഫിറുകൾക്കും മുസ്ലിമിനും ഇടയിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് നമസ്കാരമാണ്. ആരാണോ അത് ഉപേക്ഷിച്ചത് അവൻ കാഫിറാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. മഹാനായ സഹാബി വര്യനാണ് അബ്ദുല്ലാഹി ഇബ്നു ഷഖീഖ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറയുന്നതായി കാണാം, കാന അസ്ഹാബു മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം لا يرون شيئا من الأعمال تركه كفر غير الصلاة. ഒഴിവാക്കിയാൽ കാഫിറാകും എന്ന് സഹാബികൾ പറയാറുണ്ടായിരുന്ന ഒരേ ഒരു ഇബാദത്താണ് നമസ്കാരം. വേറൊരു ഇബാദത്തിനെ കുറിച്ചും ഒഴിവാക്കിയാൽ കാഫിറാകുമെന്ന് പറഞ്ഞിട്ടില്ല. അത്ര പ്രാധാന്യമുള്ള ഒരു അമലാണ് ഇസ്ലാമിൽ നമസ്കാരം. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുള്ള പറയുന്നു, 10 രൂപത്തിൽ ആളുകൾ കാഫിറുകളാകും. 10 രൂപത്തിൽ ഒരു മുസ്ലിം കുഫറിലേക്ക് പോകും. ആ 10 രൂപത്തിൽപ്പെട്ട ഒന്നാണ്
നമസ്കാരം ഉപേക്ഷിക്കുക എന്നുള്ളത്. അതിൽ സഹാബത്തിന്റെ ഇജ്മാ ഉണ്ട്, ഏകകണ്ഠമായ അഭിപ്രായമുണ്ട് എന്നാണ്. എന്താണ് ഇതെല്ലാം സൂചിപ്പിക്കുന്നത്? ഇസ്ലാമിൽ എത്രത്തോളം പ്രാധാന്യമുള്ളൊരു ഇബാദത്താണ് നമസ്കാരം എന്നുള്ളത് കൊണ്ടാണ്. അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നതായി കാണാം. അദ്ദേഹം റസൂലുള്ളാഹിയോട് ചോദിക്കുകയുണ്ടായി, നബിയെ, ഇസ്ലാമിൽ ഏറ്റവും അഫ്ളലായ കർമ്മം ഏതാണ്? അഫ്ളലുൽ അഅ്മാലി അസ്സലാത്തു ലിവഖ്തിഹാ. നിസ്കാരം അതിന്റെ വഖ്തുകളിൽ, അതിന്റെ കൃത്യമായ സമയങ്ങളിൽ നിർവഹിക്കലാണ് ഇസ്ലാമിൽ ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മം. പിന്നീട് പറഞ്ഞത് ബിർറുൽ വാലിദൈൻ എന്നാണ്, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക. അതുപോലെ തന്നെ മൂന്നാമത് പറഞ്ഞത് വൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ ധർമ്മസമരം ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ നമസ്കാരം അതിന്റെ സമയത്ത് നിർവഹിക്കുക എന്നാണ്. നമുക്ക് തോന്നുമ്പോ നമസ്കരിക്കുക എന്നുള്ളതല്ല. എന്തിനാണ് പള്ളിയിൽ നിന്ന് ബാങ്ക് അല്ലാഹു അങ്ങനെ ഒരു സംവിധാനം ഇസ്ലാമിൽ നിശ്ചയിച്ചത്? ആ സമയത്ത് പള്ളിയിലെത്തി കൃത്യമായി അത് ചെയ്യുവാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് ഇന്ന സ്വലാത്ത കാനത അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത. സമയം നിർണയിക്കപ്പെട്ട ഒരു ഇബാദത്താകുന്നു ഇസ്ലാമിൽ നമസ്കാരം എന്നുള്ളത്. എത്രയോ ഫളലുകൾ അതുമായി ബന്ധപ്പെട്ട് ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഒരുപാട് നമുക്ക് കാണുവാൻ കഴിയും. നമസ്കാരം അലസമായി ഉപേക്ഷിച്ച ആളുകളൊക്കെ ഒരുപക്ഷെ ഈ ശബ്ദം ശ്രവിക്കുന്നവരിൽ ഉണ്ടാവും. അവരോടാണ് ഞാൻ ഈ വാക്ക് പറയുന്നത്. ജീവിതത്തിൽ നമസ്കാരം അശ്രദ്ധമായിക്കൊണ്ടോ അലസമായിക്കൊണ്ടോ ചില ആളുകൾ വിചാരിച്ചെന്താ, ഞാനിപ്പോ 4 നിസ്കരിക്കണ്ടല്ലോ, ഞാനിപ്പോ 3 ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഇപ്പൊ എന്റെ സുബഹിയല്ലേ പോണുള്ളൂ, ബാക്കിയൊക്കെ ഉണ്ടല്ലോ, ഇശാഅല്ലേ പോണുള്ളൂ, ബാക്കിയൊക്കെ ഉണ്ടല്ലോ. ആ ഒരു ഹുക്മ നിന്നോട് ആരാ പറഞ്ഞത്? ഏതെങ്കിലും ഒരു വഖത്ത് പോയാൽ ബാക്കി ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് സമാധാനമടയാൻ ആര് പറഞ്ഞു? പരിശുദ്ധ ഇസ്ലാമിൽ കൃത്യമായി 5 നേരം നമസ്കാരത്തിന്റെ മേൽ ഓരോ മുസ്ലിമും നിർബന്ധിതരാണ്. അതിൽ നിന്ന് ഒരു ഒഴിവും ആർക്കുമില്ല എന്നുള്ളതാണ്. ഇനി മനഃപൂർവമോ അറിയാതെയോ നമസ്കാരം ജീവിതത്തിൽ നിന്ന് അശ്രദ്ധമായി കളഞ്ഞവരുണ്ട് എങ്കിൽ അഇമ്മത്തുൽ അർബഇൽപ്പെട്ട 4 മദ്ഹബിന്റെ ഇമാമിങ്ങളും പറഞ്ഞത് അവർ ആ നഷ്ടപ്പെട്ട നമസ്കാരങ്ങൾ കൂട്ടിക്കുറിച്ച് എഴുതി വെച്ച് അത് വീട്ടിക്കൊള്ളണമെന്നാണ്. അവളങ്ങടെ ഒരു ഇസ്തിഗ്ഫാർ പാസാക്കിയാലൊന്നും എന്തില്ല, അത് ശരിയായി എടുക്കാൻ സാധ്യമല്ല. അത്ര പ്രാധാന്യമുണ്ട്. ചിലപ്പോൾ ചില ആൾക്കാർ കൃത്യമായിട്ട് ഓർമ്മ ഉണ്ടാവില്ല. ഓർമ്മയുള്ളത് എഴുതി വെച്ച് അത് കൃത്യമായി അതിന്റെ സമയത്ത് അത് നിർണയിക്കുക ചെയ്യുക തന്നെ വേണം എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയും. ഇനിയിപ്പോ ഈ നിസ്കാരത്തിന്റെ വിഷയത്തിൽ കൃത്യമായി ശ്രദ്ധിക്കുന്ന ആളുകളാണ് അധികം ആളുകൾ. ഞാൻ അങ്ങനെ മനസ്സിലാക്കണേ. പക്ഷെ നിസ്കാരത്തിന്റെ വിഷയത്തിൽ വരുന്ന അബദ്ധങ്ങൾ, ഈ ഖുതുബ പറയാൻ ഞാൻ ഇന്ന് പ്രേരിതനായതാണ്. ഈ വിഷയം ഞാൻ തെരഞ്ഞെടുക്കാൻ ഞാൻ നിർബന്ധിതനായതാണ്. പള്ളിയിലേക്ക് 5 നേരം നിസ്കരിക്കാൻ വരുന്ന ആളുകൾ വരെ നിസ്കരിക്കുന്നു എന്നല്ലാതെ എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് എന്ന പല ആൾക്കാർക്കും ആ മദ്രസന്ന് പണ്ട് പഠിച്ചു എന്നല്ലാതെ ഇപ്പോഴും കൃത്യമായിട്ട് അറിഞ്ഞൂടാ. നിസ്കാരത്തിന്റെ പൂർണ്ണ രൂപം അറിഞ്ഞൂടാ എന്നുള്ളതാണ്. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ അതാണ് നിസ്കാരം. നിസ്കരിക്കുക എന്നുള്ളതല്ല, റസൂലുള്ളാഹി പറഞ്ഞതുപോലെ. നമ്മളൊക്കെ കാണാതെ പഠിച്ചൊരു ഹദീസല്ലേ, സ്വല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എങ്ങനെ നമസ്കരിക്കുന്നതായി നിങ്ങൾ കണ്ടുവോ അതുപോലെയാണ് നിങ്ങൾ നമസ്കരിക്കേണ്ടത് എന്നാണ്. റസൂൽ നമസ്കരിക്കേണ്ടതായി ഈ ഒരു മുക്ക് പള്ളിയിലേക്ക് നമ്മൾ ആരും കണ്ടിട്ടില്ല. പക്ഷെ കണ്ടവർ അത് റസൂലുള്ളാഹിന്റെ നിസ്കാരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ നമസ്കരിക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ വന്ന് റസൂലുള്ളാഹിനെ കണ്ട് റസൂലുള്ളാഹിൽ വിശ്വസിച്ച ആൾക്കാർക്ക് എന്താ പറയാ? സഹാബി എന്ന് പറയാ. അള്ളാഹുവിന്റെ റസൂലിന്റെ മദീന പള്ളിയിൽ നിന്ന് ഒരാൾ നിസ്കരിക്കൊരു സഹാബി നിസ്കരിച്ച നിസ്കാരം കഴിഞ്ഞപ്പോൾ റസൂൽ അദ്ദേഹത്തോട് പറഞ്ഞു, ഇർജിഉ, തിരിച്ചു ചെല്ല്, ഒന്നുകൂടി നിസ്കരിക്കുക, നിസ്കാരം ശരിയായിട്ടില്ല. നമ്മളെ പള്ളിയിൽ നിന്ന് അങ്ങനെ ഒരാളോട് പറഞ്ഞ എന്താ പറയാ? ഹേയ്, ഈ ആരപ്പനോടാ പറയാ, ഈ ആരെന്നെ ഉപദേശിക്കാൻ എന്ന് ചോദിക്കുന്ന കിബറിന് കയ്യും കാലും വെച്ച ആൾക്കാരെ കാണാൻ പറ്റും അല്ലേ? ഒരു പക്ഷെ നിന്റെ നിസ്കാരത്തിൽ അയാളൊരു അബദ്ധം കണ്ടിട്ടുണ്ടാവും. അതുകൊണ്ട് നിന്റെ നിസ്കാരം കേടുവരണ്ട, നാളെ പരലോകത്ത് അതിന്റെ പേരിൽ നീ ശിക്ഷിക്കപ്പെടണ്ട എന്ന് വിചാരിച്ച നസിഹത്തോട് പറഞ്ഞതായിരിക്കും അത്. അള്ളാഹുവിന്റെ റസൂൽ അദ്ദേഹത്തോട് പറഞ്ഞത് എന്താണെന്നറിയോ? ഫഇന്നക ലം തുസല്ലി, നീ നിസ്കരിച്ചിട്ടില്ല. നിസ്കാരത്തിൽ ഒരു അബദ്ധം കണ്ടപ്പോ എന്താ പറഞ്ഞത്? നിസ്കരിച്ചിട്ടില്ല, ആദ്യം നിസ്കരിക്കുക. നിസ്കാരം കണ്ണുകൊണ്ട് കണ്ട റസൂലുള്ളാഹി, ആ സഹാബി സലാം വീട്ടുന്നവരെ കാത്തിരുന്ന റസൂലുള്ളാഹി നിസ്കാരം കഴിഞ്ഞിട്ട് എന്താ പറഞ്ഞത്? നിസ്കരിച്ചിട്ടില്ല.
നമസ്കാരത്തിൽ ചെറിയൊരു അബദ്ധമുണ്ട്, അതിനെ ഇസ്തിഗ്ഫാർ നടത്തിയാളെന്നല്ല, നിസ്കരിച്ചിട്ടില്ല, ആരും നിസ്കരിക്കും. ഇത്ര ഗൗരവമാണ്. 5 നേരം നിസ്കരിക്കുന്ന ആൾക്കാരൊക്കെ കൃത്യമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എന്തുകൊണ്ടാണ് അയാളെ നിസ്കരിച്ചിട്ടില്ല എന്ന് പറയാൻ കാരണം, അൽ മുസീഉ ബിസ്വലാത്തി, അദ്ദേഹത്തിന്റെ നിസ്കാരം ശരിയായ വിധത്തിലായിരുന്നില്ല. സഹോദരങ്ങൾ, അങ്ങനെ നമ്മുടെ ളുഹറുകളൊക്കെ എടുത്തൊന്ന് പരിശോധിച്ചാൽ, നമ്മുടെ ജീവിതത്തിലെ ഓരോ വഖത്തുകളും നമ്മൾ എടുത്ത് കീറി മുറിച്ച് പരിശോധിച്ചാൽ നമ്മുടെ സുജൂദുകളിൽ ചില ആളുകളുടെ അപാകതകൾ കാണാം. ഒരു ഖുത്ബയിൽ പറഞ്ഞു തീർക്കേണ്ട വിഷയമൊന്നുള്ളത്, ഇരുത്തി പഠിപ്പിക്കേണ്ട വിഷയമാണ്. ചില ആൾക്കാരെ തക്ബീറത്തുൽ ഇഹ്റാം കൈ പൊക്കണോടത്ത് തന്നെ നിസ്കാരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട റുക്കിനാണത്. അതിൽ വരെ ചില ആൾക്കാർക്ക് അബദ്ധം പറ്റില്ല. ഇവിടെ പൊന്തൂല, പൊന്താൻ പറഞ്ഞാൽ പൊന്തൂല. റുക്കൂ ശരിയല്ല ചില ആളുകൾ. അത് എന്തിനാ പറയണത്? നമ്മളെ നിസ്കാരമൊക്കെ ഇങ്ങനെ വലിച്ചെറിഞ്ഞാളാ എന്ന് പറയാനല്ല, ഇനി മുതൽ ശ്രദ്ധിക്കാനാണ്. ഇത് ഈ മിമ്പറിൽ നിന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതുപോലെയുള്ള മിമ്പറിനെ സഹാബികളെ പഠിപ്പിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ നമസ്കരിച്ച ഒരു വ്യക്തിയെ 3 തവണയാണ് ആവർത്തിപ്പിച്ച് നിസ്കരിപ്പിച്ചത്. 3 വട്ടമാണ് നിങ്ങൾ നിസ്കരിച്ചിട്ടില്ല എന്ന് നിസ്കരിച്ച ആളോട് പറഞ്ഞ് അബദ്ധം സംഭവിച്ചു നിസ്കരിപ്പിച്ചത്. എത്ര ഗൗരവമാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. അവസാനം 3ാമത്തെ വട്ടം നിസ്കരിച്ചിട്ട് വീണ്ടും നിസ്കരിക്കാൻ പറഞ്ഞപ്പോൾ അയാൾ നബിയോട് പറഞ്ഞെന്താ അറിയോ? നബിയെ, ഇതിലേറെ നന്നാക്കാൻ എന്നെ കൊണ്ട് പറ്റണില്ല, എന്റെ തെറ്റെന്താണെന്ന് പറഞ്ഞു തരൂ, എനിക്ക് ശരിയാകുന്നില്ല. ആ സമയത്താണ് അല്ലാഹുവിന്റെ റസൂൽ അദ്ദേഹത്തിന് നമസ്കാരം പഠിപ്പിച്ചു കൊടുത്തത്. ഇദാ ഖുംത ഇലസ്സലാ, നിസ്കാരത്തിന് വേണ്ടി നിന്ന് കഴിഞ്ഞാൽ ഫഅസ്ബിഉൽ വുളൂഅ സുമ്മ ഇസ്തഖ്ബിലിൽ ഖിബ്ല എന്ന് പറഞ്ഞു വുളൂ ചെയ്യാൻ, ഖിബ്ലക്ക് മുന്നിടാൻ പറഞ്ഞ് ഓരോ നിസ്കാരത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞങ്ങോട്ട് കൊടുത്തു. അതപ്പോ നമ്മൾ ഇന്ന് 2024 ചെയ്തുകൊണ്ടിരിക്കുന്ന നിസ്കാരം. പക്ഷെ ഇന്ന് വരെ എന്റെ നമസ്കാരത്തിൽ എവിടെയെങ്കിലും ബിദ്അത്തുകളോ അതുപോലെയില്ല ഇസ്ലാം പഠിപ്പിക്കാത്ത വല്ല കർമ്മങ്ങളോ അതല്ല എങ്കിൽ പഠിപ്പിക്കപ്പെടാത്ത രൂപങ്ങളോ ഉണ്ടെങ്കിൽ അതിനെ ഒന്ന് ഏറ്റവും നല്ല രൂപത്തിൽ മാക്സിമം സഹോദരങ്ങളെ ഒറ്റ റക്അത്ത് ശരിക്കും നിസ്കരിക്കാൻ പഠിച്ചാൽ മതി. ബാക്കി ഒക്കെ നേരാക്കാൻ പറ്റും ഒറ്റ റക്അത്ത്. കാരണം ആ റക്അത്തുള്ള തന്നെ ബാക്കിയുള്ള ഒക്കെ ഉണ്ടാവുക. പക്ഷെ അതുവരെ ഒന്ന് മാറിയിരുന്ന് ശരിയാവണ്ണം പഠിക്കാൻ 50 വയസ്സുകാരാ നീ തയ്യാറായിട്ടുണ്ടോ? 60 വയസ്സുകാരാ നീ തയ്യാറായിട്ടുണ്ടോ? പണ്ട് മദ്രസയിൽ നിന്ന് പഠിച്ചു വെച്ചത് എന്താണോ ഇനിയിപ്പോ തെറ്റുകളൊക്കെ പറഞ്ഞു കൊടുത്ത ചിലക്കാർ എന്താ പറയാ, ഇത്രയും കൊല്ലായിട്ട് ഞാൻ നിസ്കരിച്ച നിസ്കാരാണത്, ഞാൻ എന്നാളെ ഖുത്ബ കുറെ കൊല്ലം കേട്ടതാ, ഇന്ന മൗലവിന്റെ ഒക്കെ ഞാൻ പഠിച്ചത്, എന്നിട്ട് തിരുത്താൻ വരിക എന്ന ഹദീസൻ കാണിച്ചു കൊടുത്താലും ചില ആൾക്കാർ എന്ത് ചെയ്യൂല, അത് സ്വീകരിക്കാൻ മനസ്സാക്കാത്ത ചില ആളുകളെ സഹോദരങ്ങളെ നമുക്ക് കാണാൻ പറ്റും. ആരെയും കുറ്റപ്പെടുത്താൻ പറഞ്ഞൊന്നല്ല സഹോദരങ്ങളെ. നിസ്കാരം എന്ന് പറഞ്ഞാൽ അരവരിയിൽ ഒതുക്കി എന്താ പറയാ നിങ്ങളെ, തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ട് തുടങ്ങി തസ്ലീമിൽ അവസാനിക്കുന്ന ഒരു ഇബാദത്താണ് നിസ്കാരം. തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ട് തുടങ്ങിയിട്ട് തസ്ലീമിൽ അവസാനിക്കുന്ന ഇസ്ലാമിലെ പ്രധാനപ്പെട്ട ഒരു ഇബാദത്താകുന്നു നമസ്കാരം എന്നുള്ളത്. മഹാനായ സഹാബിയാണ് ഹുദൈഫത്തുൽ യമാനി. അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹം പറയാണ്, ഒരാള് നിസ്കരിക്കുന്നത് അലസമായിട്ട് നിസ്കരിക്കുക, എന്തൊക്കെയോ കൂട്ടുവായിടുന്നുണ്ട് അല്ലേ, കൈ മാന്താൻ എത്രയിടത്തൊക്കെ മാന്തുന്നുണ്ട്, ചൊറിയുന്നുണ്ട്, ആവശ്യമില്ലാത്ത അനക്കങ്ങളൊക്കെ ഉണ്ട്. ഈ നിസ്കാരങ്ങളൊക്കെ കണ്ടപ്പോ ഹുദൈഫത്തുൽ യമാനി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ചോദിച്ചത് ഒറ്റ കാര്യം മാത്രമാണ്, എത്ര കൊല്ലായി ഈ കോലത്തിൽ നിസ്കരിക്കാൻ തുടങ്ങിയിട്ട്? എത്ര കൊല്ലായി? വളരെ ലളിതമായിരുന്നു, എത്ര കൊല്ലായി പണി തുടങ്ങിയിട്ട്? ഹുദൈഫ റളിയല്ലാഹു അൻഹു ചോദിക്കാൻ. ആ സമയത്ത് ഹുദൈഫ റളിയല്ലാഹു അൻഹുവിനോട് ആ മനുഷ്യൻ പറഞ്ഞു, തോന്നുന്നില്ല 40 കൊല്ലായിട്ടുള്ളൂ. 40 കൊല്ലം, 40 കൊല്ലായിട്ടുള്ളൂ. ഹുദൈഫ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറഞ്ഞത് ഒരു അടി കിട്ടുന്ന വർത്താനാണ്. നമ്മൾ പറഞ്ഞ നമുക്ക് അടി കിട്ടും. 40 കൊല്ലായിട്ട് അയാളോട് പറയാണ്, നിങ്ങൾ 40 കൊല്ലായിട്ട് നിസ്കരിച്ചിട്ടില്ല. നിങ്ങൾ പറഞ്ഞു നോക്കാണ്ട് ഒരു മുക്ക് വള്ളിയിൽ വരുന്ന 40 കൊല്ലം നിസ്കരിക്കുന്ന ആളോട് നിങ്ങൾ നിസ്കരിച്ചിട്ടില്ല എന്നാലോ ചിലപ്പോൾ അടിയൊന്നും കിട്ടില്ല എന്നുള്ള ഡയലോഗ് കേൾക്കാൻ പറ്റും നമുക്ക്. എന്തുകൊണ്ടാണ് ആ സഹാബികൾ അങ്ങനെ പറയാൻ കാരണം? നിസ്കാരം എന്ന് പറഞ്ഞാലേ കാട്ടിക്കൂട്ടേണ്ട ഒന്നല്ല എന്നുള്ളത് കൊണ്ടാണ്. അതിങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു എന്തുകൊണ്ടാ സഹോദരങ്ങളെ സുബഹിക്ക് അബൂലുലത്ത് കുത്തിയത്? അബൂലുലത്തിന് അറിയാം ഉമർ നിസ്കാരത്തിലല്ലാത്ത സമയത്ത് മുമ്പിൽ ഇങ്ങനെ ഞെളിഞ്ഞിക്കാൻ പേടിയുള്ള ആൾക്കാരാണ്. പിന്നെ എന്തേ അദ്ദേഹം നിസ്കാരത്തിൽ ഉമറിനെ കുത്താൻ സമയം കണ്ടെത്തിയത്? നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുന്ന ഉമറിനെ കാണേണ്ട ഒരു കാഴ്ചയാണ്. ദുനിയാവ് മറക്കും, പരിസരം മറക്കും. സഹാബികളൊക്കെ അങ്ങനെയാണ്. അതുകൊണ്ട് ആ 11 കുത്ത് ഒരു തടസ്സമില്ലാതെ കുത്താൻ പറ്റിയത്. നമ്മൾ ആലോചിച്ചു, ഇത് പറയാൻ എന്നോട് കൂടിയാണ് ഞാൻ പറയണത്, നമ്മളെല്ലാം തഴഞ്ഞുകൊണ്ടല്ല പറയണത്.
നമ്മളെല്ലാവരും ആലോചിക്കേണ്ട സഗൗരവമായൊരു വിഷയം സൂചിപ്പിച്ചു എന്ന് മാത്രം. സഹോദരങ്ങളെ, പല ആളുകളും നിസ്കരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെയല്ല നിസ്കാരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ നമുക്കത് മനസ്സിലാവും. മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തശഹുദിന് വേണ്ടി ഇരുന്ന സമയത്ത് നോക്കൂ നിങ്ങളെ, ആ സമയത്ത് വിരൽ എങ്ങോട്ട് ചൂണ്ടി, ആ സമയത്ത് ഹബീബായ റസൂലുള്ളാഹിന്റെ കണ്ണ് എങ്ങോട്ട് പോയി ഹദീസിലുണ്ട്. അത്ര കൃത്യമാണ് ഇസ്ലാം. നിസ്കാരത്തിൽ നിസ്കരിക്കുമ്പോൾ സുജൂദിന്റെ സ്ഥലത്തേക്ക് നോക്കി എന്ന് പറയണമെങ്കിൽ സഹാബികളെ നിസ്കാരം ശ്രദ്ധിക്കണ്ടേ? തന്റെ കണ്ണിന്റെ നോട്ടം എങ്ങോട്ടാണെന്ന് വരെ സഹാബികൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ആ സഹാബാക്കളെ നമ്മളെ കൈക്ക് അത്ര സൂക്ഷ്മമായി ഇസ്ലാമിനെ എത്തിച്ചെന്നിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം, എത്ര കൃത്യമാണ് ഇസ്ലാം. അതേ റസൂലുള്ളാഹിന്റെ സഹാബികൾ പറയണേ, തശഹുദിൽ അത്തഹിയ്യാത്ത് ചൊല്ലിയപ്പോൾ നോക്കിയത് സുജൂദുക്കല്ല വിരലുമൊക്കെയാണ്. എന്തേ? ആ കണ്ണിന്റെ ചലനം കുറച്ച് പുറത്തേക്ക്, വളരെ ചെറിയ സെന്റിമീറ്ററുകൾ ഇങ്ങോട്ട് മാറ്റിയപ്പോഴേക്ക് സഹാബികളെ ശ്രദ്ധിച്ചു. അത്ര കൃത്യമാണ്, അത്ര കൃത്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിസ്കാരത്തെ അത്ര കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് അല്ലാഹുവിനെ സ്തുതിക്കാം. അൽഹംദുലില്ലാഹ്. നാം ആലോചിക്കേണ്ടത് എന്താണ്? ഇരിക്കുന്ന വ്യക്തി വിരലിലേക്ക് നോക്കണമെങ്കിൽ അല്ലെ, സുജൂദിൽ നിന്ന് കണ്ണു മാറ്റണമെങ്കിൽ എത്ര ശ്രദ്ധിക്കണം എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. പക്ഷേ ഈ പറഞ്ഞ സൂക്ഷ്മതകൾ നമ്മളിൽ പലരും കാണുന്നില്ല എന്നുള്ളത് ഖേദകരമായ ഒരു അവസ്ഥ. സംസ്കരിക്കുമ്പോൾ പല ആൾക്കാരും എങ്ങോട്ടാ സുജൂദുക നോക്കേണ്ടത്? സുജൂദിൽ തല തട്ടുന്ന നെറ്റി തട്ടുന്ന സ്ഥലത്തേക്കാ നോക്കേണ്ടത്. നമ്മൾ അങ്ങനെ അല്ലാന്നല്ല പറയുന്നത്. അങ്ങനെ അല്ലാത്തവരുണ്ടെങ്കിൽ ഇനി മുതൽ സുജൂദിൽ നിന്ന് കണ്ണ് പായിപ്പിക്കാൻ പാടില്ല. വ്യക്തമായിട്ട് ഖുർആൻ അവർക്ക് ശക്തമായ താക്കീത് കൊടുക്കുന്നുണ്ട്. കണ്ണ് പായിപ്പിക്കുന്ന ആളുകൾക്ക് ശിക്ഷ ഇറങ്ങുന്നതുമായി ബന്ധപ്പെട്ട് അത്ര ശ്രദ്ധയോടെ നിർവഹിക്കുക എന്നുള്ളതാണ്. നിസ്കാരത്തിന്റെ വിഷയത്തിലെ 3 വിഭാഗം, 4 കോലാണ് റസൂൽ പറഞ്ഞത് അല്ലെ. കേടുവന്ന നിസ്കാരക്കാരുടെ നിസ്കാരം 4 എണ്ണാണ്. സ്വീകരിക്കാത്ത നിസ്കാരങ്ങളിൽ അതിലൊന്നേ കാര്യങ്ങളെ ഉഖ്ബത്തു ശൈത്താൻ. എന്താ ഉഖ്ബത്തു ശൈത്താൻ എന്ന് പറഞ്ഞാൽ? ഉഖ്ബത്തു ശൈത്താൻ എന്ന് പറഞ്ഞാൽ ശൈത്താന്റെ ഇരുത്തം. ചില നിസ്കാരക്കാരെ കുറിച്ച് പറഞ്ഞതാണ് ശൈത്താന്റെ ഇരുത്തം പോലെ. ഹദീസിനെ കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. പിന്നെ വേറെ ചില നിസ്കാരങ്ങൾ ഏതാണെന്നറിയോ? ഇഖ്തിലാസു മിനശ് ശൈത്താൻ, ശൈത്താനിന്റെ കട്ടുനോട്ടം, ശൈത്താനിന്റെ കട്ടുനോട്ടം പോലെ നിസ്കരിക്കുന്നവർ. മാത്രമല്ല നഖറത്തുൽ ഉറാബ്, കാക്ക രക്തക്കട്ട കൊത്തുന്നത് പോലെ. അതായത് സുജൂദ് റുക്കുവൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് എന്താ പൈല ചെല്ലിയത്, എന്താ പൈല പറഞ്ഞത്, എന്തിനാ സുജൂദ് ചെയ്തത് എന്നൊന്നും അറിയാതെ താവുന്നു, പൊന്തുന്നു. ചില ആൾക്കാരൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഇന്ന മദ്ഹബുകാരനാണ്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പെട്ടെന്ന് പൊന്തിയത്. അള്ളാഹിന്റെ റസൂലിന്റെ മദ്ഹബിൽ എന്തില്ല? അവിടെ ഈ റബ്ബർ പന്ത് വള്ളത്തിൽ മുക്കിയ പൊന്തോലെ മേലൊക്കെ അജാതി റുക്കുവീണ ആൾക്കാരുണ്ട്. അങ്ങനല്ല. അള്ളാഹിന്റെ റസൂൽ നിസ്കാരത്തിൽ ഒരടിമ റബ്ബിനോട് ഏറ്റവും കൂടുതൽ അടുക്കുന്ന സമയം സുജൂദിലാണ്. ആ സുജൂദിൽ അല്ലാഹുവിന്റെ റസൂൽ സമയം കുറച്ചു നേരം ചെലവഴിച്ച്, അതേ സമയം 2 സുജൂദുകൾക്കിടയിലുള്ള ഇരുത്തത്തിൽ ചെലവഴിച്ച്, അതേ സമയം റുക്കൂയിൽ ചെലവഴിച്ച്, അതേ സമയം സമിഅല്ലാഹു ലിമൻ ഹമിദ എന്ന് പറയുന്ന ഇഅ്തിദാലിലും ചെലവഴിച്ച് അല്ലേ. ആ 4 രംഗവും സമമായിരുന്നു എന്നാണ്. അങ്ങനെയായിരുന്നു ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇംബിസാത്തുൽ കൽബ്, ചില നിസ്കാരത്തെ കുറിച്ച് കൽബ് എന്ന് പറഞ്ഞ നായ എന്നർത്ഥം. ഇംബിസാത്തുൽ കൽബ് അല്ലേ, നായ കൈ പരത്തി വെക്കുന്നത് പോലെ. സുജൂദിൽ കൈ വെക്കുമ്പോ ഈ കൈപ്പത്തി വെച്ച് ബാക്കിയാണ് പൊന്തണം. പക്ഷെ ഈ മുട്ട് താഴെ തട്ടിയാൽ അത് ഇംബിസാത്തുൽ കൽബാണ്, താഴെ തട്ടാൻ പാടില്ല. അങ്ങനെ നിസ്കാരത്തിന്റെ വിഷയത്തില് ശ്രദ്ധിക്കാത്ത ആളുകളെ കുറിച്ച് 4 രൂപത്തിൽ നമുക്ക് കാണാൻ പറ്റും. എന്താ ഈ പറഞ്ഞതിനൊക്കെ ചുരുക്കം? ഖുശൂ വേണം, അതുപോലെ തന്നെ ഖുദൂ വേണം എന്നാണ്. ഖുശൂ എന്ന് പറഞ്ഞാൽ എന്താ സഹോദരങ്ങളെ? ഉപരിപ്ലവമായ മനസ്സിന്റെ അടക്കവും ഒതുക്കവും, മനസ്സിനെ നിസ്കാരത്തിൽ തളച്ചിടുന്നതിനാ ഖുശൂ എന്ന് പറയാം. ഖുദൂ എന്ന് പറഞ്ഞാലോ, അള്ളാഹുവിന്റെ മുന്നിലാണല്ലോ ഞാൻ നിൽക്കുന്നത്, അതുകൊണ്ട് വിനയമുള്ള മനസ്സും അടക്കവും ഒതുക്കവും, അതിനെ ഖുദൂ എന്ന് പറയാം. ഇത് രണ്ടും ചേരുമ്പോഴാണ് ഒരു നിസ്കാരം മേലക്കണ ഉയരുള്ളൂ. എല്ലാ ആഴ്ചയിലും 2 ദിവസം നമ്മൾ അമൽ ഉയർത്തപ്പെടുന്നുണ്ട്, എല്ലാ തിങ്കളും വ്യാഴവും. എന്തിനാണെന്നറിയോ? ആ ആഴ്ചയിൽ ചെയ്ത നന്മകളൊക്കെ ഒന്ന് പരിശോധിക്കാനാണ്. അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നുണ്ട്. ഇന്നലെ ഉയർത്തപ്പെട്ടു, കഴിഞ്ഞ തിങ്കളാഴ്ച ഉയർത്തപ്പെട്ടു. അതുകൊണ്ട് റസൂൽ പറഞ്ഞ്, തിങ്കളും വ്യാഴവും നിങ്ങൾ നോമ്പെടുക്കുക, നോമ്പുകാരനായിരിക്കും എൻ്റെ അമലുകൾ ഉയർത്തപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മനസ്സിലായോ? അപ്പൊ അതിൽ അള്ളാഹു ചില ആളുകളുടെ അമലുകൾ എത്ര പെർഫെക്റ്റ് ആണെങ്കിലും നോക്കൂലെന്നാ, പെൻഡിങ്ങിൽ വെക്കും. എന്താ കാരണം? അവർ മുഷാഹിനുകളാണ്,
നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ടതല്ല, സൂചിപ്പിച്ചു എന്ന് മാത്രം. മുഷാഹി എന്ന് പറഞ്ഞാൽ എന്താ? പരസ്പരം പിണങ്ങി നിൽക്കുന്നവർ. കുടുംബക്കാരോട് തെറ്റിയ ആൾക്കാർ ആരെങ്കിലും കൂട്ടത്തിലുണ്ടോ? എന്നെ നെറ്റുമേ നിസ്കാരത്താഴുമ്പോ വട്ടപ്പത്തിരി പോലെ ഉണ്ടായിട്ടും കാര്യമില്ല. എന്നോട് ദേഷ്യം തോന്നണം കേട്ടോ. ഹദീസ് റസൂലുള്ളാഹിന്റെ ഹദീസാണ്. ഏതെങ്കിലും ഒരു മുസ്ലിമിനോട് ഏതെങ്കിലും ഭൗതിക വിഷയത്തിൽ നീ പിണങ്ങി നിൽക്കുന്നുണ്ടോ, ജുമുഅ വെറുതെയാണ്, നിസ്കാരങ്ങൾ വെറുതെയാണ്. തെറ്റ് തിരുത്തിക്കൊള്ളണം. മുസ്ലിമിന് തെറ്റില്ല. മറ്റൊരാളുടെ ആദർശ വിഷയത്തിലല്ലാതെ വ്യക്തിപരമായിട്ടുള്ള ഒരു വിയോജിപ്പുമാരോടും പാടില്ല. ഞാൻ ആദർശ വിഷയം ഉണ്ടെങ്കിൽ പോലും തന്നെ വ്യക്തിയോട് തെറ്റാനൊന്നും പറ്റൂല നമുക്ക്. അതിലൊക്കെ ഇസ്ലാമിൽ കുറെ നിയമങ്ങളും ചർച്ചകളൊക്കെ ഉണ്ട്, അത് വേറെ വിഷയമാണ്. ഇരിക്കട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ 4 രൂപത്തിൽ പറഞ്ഞതായി നമുക്ക് കാണാൻ പറ്റും. പക്ഷേ നമസ്കാരം തുടങ്ങുന്നത് അവിടെ തന്നെ നമുക്ക് പഠിക്കുക തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ടാണ്. ഞാൻ ഒരാളോട് ഒരു ക്ലാസ്സിൽ ചോദിക്കേണ്ടായി, ഒരു നിസ്കാരത്തിൽ എത്ര തക്ബീർ ഉണ്ട് ചോദിച്ചപ്പോ, സുബഹിയിൽ എത്ര തക്ബീർ ഉണ്ട് ചോദിച്ചപ്പോ 12 എണ്ണം പറഞ്ഞത്. 12. സഹോദരങ്ങൾ, ഒരു നിസ്കാരത്തിൽ ഒരു തക്ബീറത്തുൽ ഇഹ്റാമേ ഉള്ളൂ എന്ന് പോലുള്ള ABCD വിവരം പോലും ഇല്ല എന്നല്ല അതിന്റെ അർത്ഥം. തക്ബീറത്തുൽ ഇഹ്റാം എന്ന് പറഞ്ഞാൽ ആദ്യമായി നമ്മൾ വുളൂ ചെയ്ത് മുസല്ലയിൽ ചെന്നെക്കുമ്പോൾ അല്ലാഹു അക്ബർ പറയില്ലേ, അതാണ് തക്ബീറത്തുൽ ഇഹ്റാം. പിന്നെ നിസ്കാരത്തില് തക്ബീറത്തുൽ ഇഹ്റാം ഇല്ല, പിന്നെ തക്ബീറുകളാണ്. ആ തക്ബീറത്തുൽ ഇഹ്റാമിന്റെ ആ പേര് വരാൻ തന്നെ കാരണം എന്താണ്? പലതിനെയും ആ തക്ബീർ കെട്ടിയാൽ നിഷിദ്ധമാക്കുന്നു. ഇഹ്റാമിന്റെ ഹറാമിന്റെ തക്ബീർ എന്ന് പറഞ്ഞാൽ എന്താ അറിയങ്ങള് അല്ലേ? അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ തക്ബീറിനെ കെട്ടിക്കഴിഞ്ഞാല് പിന്നെ വെള്ളം കുടിക്കാൻ പറ്റൂല, ആവശ്യമില്ലാത്ത സംസാരിക്കാൻ പാടില്ല, നിസ്കാരത്തിൽ പഠിപ്പിച്ചതല്ലാത്തതൊന്നും പാടില്ല. പലതും അതിന്റെ മുമ്പ് ഹലാലായത് പലതും ഇതാണ് കെട്ടിയ പിന്നെ ഹറാമാണ്. അതുകൊണ്ടാണ് തക്ബീറത്തുൽ ഇഹ്റാം അതിന് പേര് വരാൻ കാരണം. അതുകൊണ്ട് റസൂലുള്ളാഹി പറഞ്ഞു വതഹ്രീമുഹ അത്തക്ബീർ, തക്ബീർ കൊണ്ട് പലതിനെയും ഹറാമാക്കുമെന്ന് പറഞ്ഞത്. ആ തക്ബീറിനെ 3 രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചു. അതിൽ ഒന്നേതാ അറിയങ്ങളെ അല്ലേ? അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ ചെവിക്കുറ്റി വരെ കൈ പൊന്തിച്ചു എന്നാണ്. പൊന്തലുണ്ടോ? ഇങ്ങനെ അന്ന് ആലോചിച്ചോളി, ഇല്ല ഇന്ന് പൊന്തണം, പൈസ ഒന്നും കൊടുക്കണ്ടല്ലോ, അങ്ങനെ 1/2 സെന്റിമീറ്റർ പൊന്തിച്ചാൽ ഇത്ര പൈസ, അങ്ങനെയൊന്നുമില്ല. അല്ലെങ്കിൽ ഷോൾഡറിന്റെ നേരെ കൈ പൊന്തുന്നു, വിരലുകൾ അകറ്റിപ്പിടിക്കാതെ പാകത്തിന് ചേർത്ത് പിടിച്ച് ഈ കൈ വെള്ള കിബിലയിലേക്ക് എത്തുമാറുള്ള, ഇങ്ങനെയല്ല, ഇങ്ങനെയാ ചില ആൾക്കാർ ഇങ്ങനെ എന്തോ വാദം പിടിച്ച പോലെയാണ് അല്ലേ? പിന്നെ ചില ആൾക്കാർക്ക് ഈമാൻ കൂട്ടിയിട്ടാണ് പോലെ അപ്പുറത്തോണ്ടി ഇപ്പുറത്തോണ്ടി മുഖത്തിട്ടുന്ന കോലത്തിൽ തക്ബീർ. അങ്ങനെയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാ ചെയ്തത് അല്ലേ? തന്റെ ഷോൾഡറിന്റെ നേരെ ഇതിന്റെ രണ്ടിനെ കൈവെള്ള കിബിലക്കാണ് പോണം. നമ്മൾ കിബിലക്ക് തിരിച്ചാണ് നിൽക്കുക അല്ലേ? എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ. പിന്നെ ചില ആൾക്കാർ അല്ലാഹു അക്ബർ പറയണ കോലം കേട്ടാലോ, അല്ലാഹു അക്ബർ, അതൊരു പുതിയ കോലാണ്. പണ്ഡിതന്മാർ അത് എടുത്തു പറഞ്ഞിട്ടുണ്ട്, അത് ആവർത്തിക്കരുത്, ഇനി മേലാൽ പറയരുത്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ചില ആൾക്കാർ അങ്ങനെ പറയാം അല്ലേ? പിന്നെ ചില ആളുകളുടെ ഒരു കോലെന്ന് പറയുന്നത് എന്താണ്? അതെ, അക്ബാറിനെ നീട്ടി പറയുക, അല്ലെങ്കിൽ ആയ നീട്ടി പറയുക. അങ്ങനെയൊന്നുമല്ല. അല്ലാഹുവിന്റെ റസൂൽ പെട്ടെന്ന് പറഞ്ഞു തീർക്കാൻ പറഞ്ഞ വചനങ്ങളിൽ പെട്ടെന്നാണ് അല്ലാഹു അക്ബർ. ഇമാമിനോട് ശ്രദ്ധിക്കാൻ പറഞ്ഞെന്നറിയോ? നമ്മളൊക്കെ ഇനി നമസ്കാരത്തിൽ ഇമാമൊക്കെ ശ്രദ്ധിക്കേണ്ടത് ഈ തക്ബീറിനെ നീട്ടാനേ പാടില്ല എന്നല്ല. അല്ലാഹു അക്ബർ എന്തേ പറയാൻ കാരണം? പണ്ഡിതന്മാർ അതിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത്? അത് ജസ്മ അവിടെ കൊണ്ടുവരൽ അനിവാര്യമാണ്. ജസ്മ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പറഞ്ഞു തീർക്കേണ്ട വാക്കുകൾക്കാണ് ജസ്മ എന്ന് പറയാം. എന്തേ അത് പറയാൻ കാരണം? പണ്ഡിതന്മാർ പറയുന്നതായി നമുക്ക് കാണാൻ പറ്റും, ഇമാമിനെ മഅ്മൂമീങ്ങൾ മുൻകടക്കാൻ ഒരു പക്ഷേ ആ നീട്ടൽ കാരണമാകും. അല്ലാഹു അക്ബർ ബാക്കിലത്തെ ആൾക്കാരെ തെക്കുറട്ടിട്ടുണ്ട്. അത് ഒഴിവാക്കാൻ എല്ലാവരും ഒരേ കോലത്തിലുള്ള ആൾക്കാരല്ലല്ലോ. മഅ്മൂമീങ്ങളോട് കൂടുതൽ വയലു പറയുന്നേക്കായി നല്ലത് ഇമാമിനോട് ഒറ്റക്ക് പറഞ്ഞു കൊടുത്താൽ മതി. പെട്ടെന്ന് അല്ലാഹു അക്ബർ പറഞ്ഞാല് ബാക്കിയുള്ളവർക്ക് അത് മുൻകടക്കാത്ത. എന്താ ഇമാമിനെ മുൻകടന്നുള്ള കുഴപ്പം? എന്താ ഇമാമിനെ മുൻകടന്നുള്ള കുഴപ്പം? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, റഅ്സഹു കറഅ്സിൽ ഹിമാർ. ഹിമാർ എന്ന് പറഞ്ഞ മൃഗത്തിന്റെ പേരാ, കഴുത. ഇമാമിനെ ഏതെങ്കിലും അവസ്ഥയിൽ മുൻകടന്നാൽ അവന്റെ തല നാളെ പരലോകത്ത് കഴുതത്തലയാണ്, ശരീരം മനുഷ്യന്റെ ശരീരമാണ്. അപ്പൊ കഴുതത്തല പരലോകത്ത് ഇങ്ങനെ കാണും, മനസ്സിലാക്കുക നിസ്കാരത്തിലെ വല്ലാതെ കൂടെ മുൻകടന്ന ആളാണ്. നമുക്കൊക്കെ പറ്റുന്നൊരു അബദ്ധം എന്താ അറിയങ്ങളെ? ഇമാമ് സുജൂദിലെത്തിയിട്ട് ഇമാമിന്റെ നെറ്റിത്തടം അവിടെ അങ്ങോട്ട് പതിയാതെ മേലെന്ന് മടങ്ങാൻ പാടില്ല. മഅ്മൂമിങ്ങളുടെ മുതുകു വളയാൻ പാടില്ല.
അങ്ങനെ വളഞ്ഞാലേ നമ്മൾ ഈ കൂട്ടത്തിൽ പെടുക. തല കഴുത തലയാകണത്. പിന്നാലെ പോകാനല്ല പറഞ്ഞത്. ഇമാമ സുജൂദിലെത്തിയിട്ട് അത് കഴിഞ്ഞിട്ട് മടങ്ങാൻ പറ്റും. നമ്മൾ ഇമാമിന്റെ പിന്നാലെ അങ്ങോട്ട് പോണാണ്. ശരിയല്ല അത്. ശരി. അപ്പൊ ഈ രംഗങ്ങളൊക്കെ നമ്മൾ നിസ്കാരത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമസ്കാരത്തിന്റെ റുക്കനിൽപ്പെട്ട കാര്യം തന്നെയാണ് തക്ബീറത്തുൽ ഇഹ്റാം. അപ്പൊ അവിടെ തന്നെ നമുക്ക് പിഴച്ചു പോകുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് ആലോചിക്കേണ്ട കാര്യമാണ് കേട്ടോ. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ നിസ്കാരത്തിൽ പഠിപ്പിച്ച മറ്റൊരു കർമ്മമാണ്, മറ്റൊരു മേഖലയാണ് ശ്രദ്ധിക്കാൻ പറഞ്ഞത്. അതെ, തക്ബീർ ചൊല്ലിയിട്ടോ അല്ലെങ്കിൽ കെട്ടിക്കഴിഞ്ഞിട്ടോ ഒക്കെ തക്ബീർ ചൊല്ലാം. അതായത് കൂടെ തന്നെ തക്ബീർ ചൊല്ലാം, അതല്ല കെട്ടിക്കഴിഞ്ഞിട്ടും ചൊല്ലാം. ഈ രണ്ട് രൂപവും ഹദീസിൽ വന്നിട്ടുണ്ട് കേട്ടോ. ചൊല്ലിക്കഴിഞ്ഞിട്ട് പിന്നെ കെട്ടാൻ പാടില്ല. അതായത് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് കെട്ടാതിരുന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് കെട്ടുക, അങ്ങനെ പറ്റൂല. ഒന്നുകിൽ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കെട്ടുന്നു, അല്ലെങ്കിൽ കെട്ടിക്കഴിഞ്ഞിട്ട് അല്ലാഹു അക്ബർ പറയുന്നു. അതാണ് രണ്ട് രൂപങ്ങളായി പഠിപ്പിച്ചത്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നിസ്കരിക്കുന്ന ആൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ട രണ്ട് കാര്യങ്ങളിൽ പെട്ടെന്നാണ് സക്കീനത്തും വഖാറും. അലൈക്കും ബിസ്സക്കീനതി വൽ വഖാർ. നിങ്ങളുടെ നമസ്കാരങ്ങളിൽ നിങ്ങൾക്ക് ശാന്തതയും അതുപോലെ തന്നെ ഒരു അവധാനതയും വേണം. പള്ളിയിലേക്ക് നടന്നു വരുമ്പോൾ വരെ ഓടി വരാൻ പാടില്ല. എന്ത് ചെയ്യണം? കേറി മെല്ലെ നടന്നു വരാ. എത്രയാണോ നിനക്ക് കിട്ടിയത് അത് നിസ്കരിക്കുന്നു, എത്രയാണോ നിനക്ക് നഷ്ടപ്പെട്ടത് അത് അവസാനം പൂർത്തിയാക്കുന്നു. പള്ളിയിലേക്ക് ഓടി വരൽ പള്ളിയോട് കാണിക്കുന്ന അപമര്യാദയാണ്. അതുകൊണ്ടാണ് നിങ്ങൾ പള്ളിയിലേക്ക് വരുമ്പോൾ അലൈക്കും ബിസ്സക്കീന വൽ വഖാർ നിസ്കാരത്തിലും അല്ലാഹുവിന്റെ റസൂൽ നമ്മളോട് ചെയ്യാൻ പറഞ്ഞതായി നമുക്ക് കാണാൻ പറ്റും. ഇനി തക്ബീർ കെട്ടിയ റസൂലുള്ളാഹിന്റെ കൈകൾ എങ്ങോട്ടാണ് മടങ്ങിയത്? അതിലേറ്റവും പ്രബലമായ അഭിപ്രായം പണ്ഡിതന്മാർ ഹദീസുകളിൽ നിന്ന് സ്വഹാബികൾ റിവായത്ത് ചെയ്തേക്കാണ്. അല്ലാഹുവിന്റെ റസൂൽ തക്ബീർ കെട്ടിക്കഴിഞ്ഞാൽ അവിടുത്തെ കൈകൾ നെഞ്ചിലേക്ക് മടക്കിയിരുന്നു എന്നാണ്. അതിൽ തന്നെ 3 രൂപം പഠിപ്പിച്ചു. തക്ബീർ നെഞ്ചിൽ കെട്ടുമ്പോൾ എങ്ങനെ ശ്രദ്ധിക്കേണ്ടത്? അത് തന്നെ അല്ലെ, ഇടത് നെഞ്ചിന്റെ ചെരുവിൽ വെച്ചു എന്നാണ്. നമുക്ക് ആ ഹൃദയത്തിന്റെ മിടിപ്പ് നമ്മളെ കൈകളിൽ ഇങ്ങനെ അനുഭവപ്പെടുന്ന രൂപത്തിൽ അല്ലാഹുവിന്റെ റസൂൽ വെച്ചു എന്ന് സഹാബികളിൽ നിന്ന് ഇമാം അബൂ ദാവൂദും ഇമാം ഇബ്നു ഖുസൈമയും ഒക്കെ റിവായത്ത് ചെയ്ത ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും. ഇനി ആ വെക്കുന്നത് എങ്ങനെയാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അല്ലേ, ഈ കൈപ്പത്തിയുടെ മുകളിൽ ഒരു കൈപ്പത്തി ഇങ്ങനെ വെക്കാം. എന്റെ സഹോദരിമാർക്ക് കാണാൻ പറ്റൂല, നിങ്ങൾ കണ്ടവര് നിങ്ങളെ കൂടെ വന്നവർക്ക് വേണ്ടി ചെന്ന് പറഞ്ഞു കൊടുക്കണം. ഇങ്ങനെ വെക്കാം. രണ്ടാമത്തെ രൂപം എന്ന് പറയുന്നത് ഈ ഭാഗം ഈ മടക്കിൽ വെച്ച് ഇങ്ങനെ പിടിക്കാം. ഇങ്ങനെയൊരു രൂപമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൂന്നാമത്തെ രൂപം പറഞ്ഞത് എങ്ങനെയാന്ന് വെച്ചാല് ഇതാ കൈയിന്റെ ഈ മടക്കിൽ ഇങ്ങനെ പിടിക്കാം. അപ്പൊ ഇങ്ങനെയും ഉണ്ട്, ഇങ്ങനെ പിടിക്കുകയും ചെയ്യാം, ഇങ്ങനെ വെച്ച് ഇങ്ങനെയും വെക്കാം. ഇനി നാലാമത്തെ ഒരു കോലം ആരും പറഞ്ഞിട്ടില്ല. നാലാമത്തെ ഒരു കോലം ആരും പറഞ്ഞിട്ടില്ല. ചില ആൾക്കാർ നിങ്ങൾ ഇങ്ങനെ കേട്ടേ അല്ലേ, ചില ആൾക്കാർക്ക് കേട്ട് എന്താ പറയാ, ഈമാൻ കൂടിയിട്ട് നെഞ്ചത്ത് കയറ്റുന്നതാണ്. അങ്ങനെയില്ല, അങ്ങനല്ല. നമ്മൾ എന്ത് ചെയ്യണ്ട, അങ്ങോട്ട് വല്ലാതെ ഓവറാക്കണം. എല്ലാം കൂടെ പൊന്തിച്ചിട്ടേ ചങ്കിൽ കെട്ടുന്ന കോലത്തിൽ അല്ലാഹുവിന്റെ റസൂൽ എവിടെ കെട്ടണ്ടെന്ന് കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതൊക്കെ എന്തിനാ പറഞ്ഞത്? ഹബീബായ റസൂലുള്ളാഹിയുടെ ഹദീസ് കേട്ട് കഴിഞ്ഞാൽ വിശ്വാസിയുടെ നിലപാട് എന്താ? ആ ആയത്താണ് ഞാൻ ആദ്യം ഓതിയത്. സൂറത്തുൻ നൂറിലെ 51-ാമത്തെ ആയത്ത്. ഖുർആൻ പറഞ്ഞില്ലേ, ഇന്നമാ കാന ഖൗലൽ മുഅ്മിനീന ഇദാ ദുഊ ഇലല്ലാഹി വറസൂലിഹി ലിയഹ്കുമ ബൈനഹും മൻ യഖൂലൂ സമിഅനാ വഅതഅനാ. അല്ലാഹുവിന്റെ റസൂലിലേക്ക് നിങ്ങളുടെ ജീവിതത്തിലുള്ള വല്ല വിഷയത്തിലും ദീനീപരമായിട്ടുള്ളതിലേക്ക് ഹുക്കുമ ചെയ്താൽ, പറയപ്പെട്ട് കഴിഞ്ഞാൽ, പഠിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ, ഞാനൊന്ന് ആലോചിക്കട്ടെ, എന്റെ മൂശയിലിട്ടൊന്ന് കുലുക്കട്ടെ, എന്റെ ബുദ്ധിക്ക് യോജിക്കുന്നുണ്ടോ നോക്കട്ടെ. ആരെ ബുദ്ധിയപ്പോ നോക്കേണ്ടത്? ആ പറഞ്ഞോന്റെ ബുദ്ധിയോ? ഇസ്ലാം അളക്കേണ്ടത് ആരുടെ ബുദ്ധിയിലാണ്? അതാദ്യം പറ, അത് നമുക്ക് ബുദ്ധി നോക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ ഷഹാദത്ത് കലിമ ചൊല്ലിക്കഴിഞ്ഞാൽ സ്ഥിരപ്പെട്ടു വന്നതാണോ? പറയേണ്ട വാക്ക് ഖുർആൻ പറഞ്ഞു കഴിഞ്ഞു, സമിഅനാ വഅതഅനാ. അല്ലാതെ ജൂതന്മാര് പറഞ്ഞ പോലെ സമിഅനാ വഅസൈനാ എന്നല്ല പറയേണ്ടത്. കേട്ടിരിക്കുന്നു എന്ന് മാത്രം പറഞ്ഞാലും പോരാ, വഅതഅനാ, ഞങ്ങൾ അനുസരിച്ചിരിക്കുന്നു. അപ്പോഴേ നീ മുസ്ലിം ആവുള്ളൂ. നിസ്കാരത്തിന്റെ വിഷയത്തിലും എല്ലാ കാര്യത്തിലും അങ്ങനെ. അത് അവിടെ ഒതുങ്ങുന്ന വിഷയമല്ല, ഇവിടെ മാത്രം ഒതുങ്ങുന്ന വിഷയമല്ല. അത് എല്ലാ രംഗത്തും അങ്ങനെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുസരിക്കുകയും കേൾക്കുകയും ചെയ്തു എന്ന് പറഞ്ഞ ആളുകളെ കുറിച്ച് പറഞ്ഞെന്താ? ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാകുന്നു യഥാർത്ഥ വിജയികൾ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു.
അതുകൊണ്ട് സഹോദരങ്ങളെ, ആ 2 രംഗം പ്രത്യേകം ശ്രദ്ധിക്കുക അല്ലേ. എന്ത് നിസ്കാരത്തിന് വന്ന് നിൽക്കുമ്പോൾ ആ തക്ബീറത്തുൽ ഇഹ്റാമൊക്കെ നിയ്യത്ത് വെച്ച്, ചില ആൾക്കാർക്ക് നിയ്യത്ത് ഇങ്ങോട്ട് ചൊല്ലി പറഞ്ഞാലേ നിസ്കാരാവും. എന്താ പറയാ, നാവുകൊണ്ടാണ് പറയണം. ആളിപ്പോ പക്ക സെൽഫി ആയിരിക്കും, എന്നാലും പറയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ നിയ്യത്ത് ചൊല്ലി പറയാൻ പഠിപ്പിക്കപ്പെട്ട ഒരു സ്ഥലമല്ല, നിയ്യത്ത് ചൊല്ലി പറയേണ്ടതല്ല. അങ്ങനെയാണ് ഇപ്പൊ നമ്മൾ എവിടെയൊക്കെ ചെല്ലേണ്ടി വരും? ഒരു വിശ്വാസത്തിന്റെ ഏറ്റവും ചെറിയ മേഖല ഏതാ? റസൂൽ പറഞ്ഞു അതിനഹ ഇമാത്തത്തുൽ അദാനി ത്വരീഖ്, വഴിയിൽ നിന്ന് ഒരു തടസ്സം നീക്കൽ വരെ കൂലിയുള്ള കാര്യമാണ്. എന്താ അതിന്റെ നിയ്യത്ത്? ഒരു 4-5 സ്ഥലത്ത് മാത്രമേ നിയ്യത്തുള്ളൂ. അങ്ങനെ ഉണ്ടോ? സഹോദരങ്ങളെ, നാവ് കൊണ്ട് നിയ്യത്ത് ചൊല്ലി പറയുന്നവരോട് ഞാൻ ചോദിക്കാൻ, ഇസ്ലാമിൽ ഏത് കർമ്മം സ്വീകരിക്കണം നിയ്യത്ത് വേണ്ടേ? ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്. എങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഇസ്ലാമിൽ ഏറ്റവും ചെറിയ കാര്യമായ വഴിയിൽ നിന്ന് തടസ്സം നിൽക്കുമ്പോൾ നിയ്യത്ത് എന്താ ചൊല്ലി പറയേണ്ടത്? അപ്പൊ അതിന് തന്നെ മനസ്സിലാക്കുക, അങ്ങനെ ചൊല്ലി പറയലില്ല. പിന്നെ നിയ്യത്ത് എന്താ? നിയ്യത്ത് എന്ന് പറഞ്ഞാൽ ഈ മന്നവി പറഞ്ഞു, അത് മനസ്സിലുള്ള ഉദ്ദേശമാണ്. നീ ഒരു നന്മ ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പൊ നിസ്കരിക്കാൻ നിൽക്കുമ്പോ, ഇപ്പൊ ജുമയാണെങ്കിൽ അല്ലാഹു ഞാൻ ജുമ നിസ്കരിക്കുന്നു, അത് തന്നെ മനസ്സിൽ നിയ്യത്ത്. എന്തിനാ ഇപ്പൊ നമ്മുടെ വന്നത്? നമ്മുടെ നിയ്യത്ത് അതന്നെയല്ലേ. നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോ, സ്വഫിൽ നിൽക്കുമ്പോ മനസ്സിൽ നിയ്യത്ത് വെക്കുന്നു, നിസ്കരിക്കുന്നു. നാവ് കൊണ്ട് പറയണ്ട, അതൊരു ബിദ്അത്താണ്. നിസ്കാരത്തിൽ അവിടെ തന്നെ ചില ആളുകൾക്ക് അബദ്ധങ്ങൾ പറ്റുന്നത് കാണാൻ പറ്റും. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക സഹോദരങ്ങളെ. എന്നിട്ട് നേരത്തെ പറഞ്ഞ പോലെ കൈകളൊക്കെ നേരെ ഉയരും. ഇന്ന് അങ്ങനെയൊക്കെ നിസ്കരിച്ചോ കാര്യങ്ങൾ. എന്തിനാണ് അത്താഉ സലമ കരഞ്ഞത്? പറ. ഞാൻ ഈ വിഷയത്തിന്റെ ഇവിടെ അവസാനത്തിലേക്ക് ഇത് ചേർത്ത് വെക്കണം. അത്താഉ സലമ എന്തിനാ കരഞ്ഞത്? അദ്ദേഹം മക്ക കണ്ട, ഉക്കാല കണ്ട ഏറ്റവും നല്ല കാർപ്പറ്റ് കച്ചവടക്കാരനായിരുന്നു സഹോദരങ്ങളെ. കാർപ്പറ്റ് കച്ചവടക്കാരനാണ് അദ്ദേഹം. തന്റെ കൈകൾ കൊണ്ട് നല്ല കമ്പിളി പുതപ്പും കാർപ്പറ്റുകളൊക്കെ ഉണ്ടാക്കും, നല്ല ഡിസൈനുകളൊക്കെ കയ്യിൽ ഇങ്ങനെ വരക്കും. അദ്ദേഹത്തിന്റെ പുതപ്പുകളും കാർപ്പറ്റുകളൊക്കെ നല്ല പെട്ടെന്ന് കച്ചവടമാവും. ബുക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു, ബുക്കിംഗ് അന്യ രാജ്യങ്ങളിൽ നിന്ന് വരെ. അങ്ങനെ അദ്ദേഹം അങ്ങനെ ഒരിക്കലും ഇങ്ങനെ തിരക്ക് പിടിച്ച ഉക്കാലയിൽ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കെ ഒരു പാവപ്പെട്ട ഒരു കസ്റ്റമർ കയറി വന്ന പുതപ്പ് ഇങ്ങനെ കുടഞ്ഞ് നിവർത്തിയിട്ട് പറഞ്ഞു, അടിപൊളിയാണല്ലോ, ഉഷാറാണല്ലോ. പക്ഷെ അത്താഉ സലമ, നിങ്ങൾ ഇവിടെ തുന്നിയ ആ നൂലിപ്പുറത്തായിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായിരുന്നു. എന്റെ ഒരു ഒപ്പീനിയനാണ്, എന്റെ ഒരു അഭിപ്രായമാണെന്ന്. ഇത് കേട്ട ഉടനെ മഹാനായ അത്താഉ സലമ കരയാണ്. അപ്പൊ കസ്റ്റമർ പേടിച്ചു, നിങ്ങൾ എന്തിനപ്പോ കരഞ്ഞേ? ഞാൻ അതിനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. നിങ്ങൾ പറഞ്ഞത്, നിങ്ങളുടെ ആ വാചകം കേട്ട് ഞാൻ ഓർത്തുപോയത് പരലോകത്തെയാണ്. സഹോദരങ്ങളെ, എത്ര ഗൗരവമാണ് അവരുടെ ജീവിതം ആലോചിച്ച് നോക്കിയത്. എന്തിനാ അദ്ദേഹം കരഞ്ഞറിയോ? നാളെ പരലോകത്ത് എന്റെ നിസ്കാരാകുന്ന പുതപ്പല്ല കൊണ്ടുവരും. അങ്ങനെയാണ് പറഞ്ഞത്. എന്നിട്ട് ആ നിസ്കാരമാകുന്ന പുതപ്പിലെ റുക്കുവാകുന്ന നൂല് ശരിയായിട്ടില്ല, സുജൂദാകുന്ന നൂല് ശരിയായിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെയാണ് അവിടുന്ന് അത് തിരുത്തുക? നിങ്ങളിപ്പോ പറഞ്ഞ പുതപ്പിനെ കുറിച്ചുള്ള അഭിപ്രായം അടുത്ത പുതപ്പുണ്ടാക്കും നേരാക്കാം. പരലോകത്ത് നിന്ന് എന്റെ റബ്ബ് ഇങ്ങനെ പറഞ്ഞാലോ? അതുകൊണ്ട് സഹോദരങ്ങളെ, നേരാവണ്ണം ക്ഷമയോടെ നിസ്കരിക്കാൻ നല്ല തൗഫീഖ് വേണം. ഞാൻ പറഞ്ഞതാണ്, ആദ്യം പറഞ്ഞില്ല, ഉമറിന്റെ വിഷയം പറഞ്ഞില്ല, ദുനിയാവ് മറന്നു അങ്ങനത്തെ ഒരു നിസ്കാരം. എന്നിട്ട് റസൂൽ പറഞ്ഞത്, എന്റെ ജീവിതത്തിൽ എനിക്ക് കൺകുളിർമ എന്റെ നിസ്കാരത്തിലാണ്. ബിലാലിനോട് പറയാറുണ്ട്, ബിലാലെ ഞാനൊന്ന് സന്തോഷിക്കട്ടെടാ, ഇതൊന്ന് ബാങ്ക് കൊടുക്കുന്ന പറഞ്ഞു. താങ്കളൊന്ന് ബാങ്ക് കൊടുക്കൂ എന്ന് പറഞ്ഞു. ചില ആൾക്കാർക്ക് ബാങ്ക് കേട്ടാരോ, ഓ ലോഹറായോ, എപ്പോഴപ്പോ ലോഹർ കഴിഞ്ഞ അസറായോ അല്ലേ? എല്ലാവർക്കും പെട്ടെന്ന് ഇങ്ങനെ നിസ്കാരത്തിന് ബാങ്ക് കൊടുക്കുമ്പോ ഭയങ്കര ഇടങ്ങാറാ. ആ 50 വക്തോട് നബിന് പോന്നിക്കണെങ്കിലോ? ഇപ്പൊ തന്നെ കൃത്യമായിട്ട് 5 വക്ത് നിസ്കരിക്കാൻ നമുക്ക് ഭാരാ. ചില ആൾക്കാർക്ക് 50 വക്തോണ്ടായിരുന്നു എന്നാ പറഞ്ഞത് പോന്നിരുന്നത്. 50 വക്തോട്ട് എങ്ങനെ പോന്നിരുന്നെങ്കിൽ നമുക്ക് തിരിയാനും പറയാനും കോലുണ്ടായിരുന്നു. എന്തേ അള്ളാഹു കൽപ്പിച്ചൂടെ? പക്ഷെ മതം എന്ന് പറഞ്ഞാൽ അത് പ്രയാസകരമല്ല. പക്ഷെ ഈ 5 വക്ത് 50 വക്തിന്റെ കൂലിയാന്ന് ആര് പറഞ്ഞു? മുഹമ്മദ് മുസ്തഫ. ആ സഹോദരങ്ങളെ കൃത്യമായിട്ട് ചെയ്യാൻ ശ്രമിക്കുക, മക്കളെ പഠിപ്പിക്കുക. 7 വയസ്സായ മക്കളുണ്ടാവും, സംസ്കാരം കൊണ്ട് കൽപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. തുടങ്ങിക്കണോ? അതല്ല എപ്പോഴും ഇങ്ങനെ ജോലി തിരക്ക്, മറ്റേ തിരക്കാർ അങ്ങനെ പോയിട്ട് ദീനിപരമായിട്ട് ഒന്നും ശ്രദ്ധിക്കണില്ലേ? പരലോകത്ത് നെഞ്ചും കൂടി ചവിട്ടി പൊളിക്കണോ? നമ്മൾ ആലോചിച്ചോ, ഖുർആൻ പറഞ്ഞ കാര്യമാണത്. സൂറത്ത് സ്വാഫാത്തിലെ وقال الذين كفروا ربنا أرنا الذين أضلانا من الجن والإنس نجعلهما تحت أقدامنا ليكونا من الأسفلين. ഞങ്ങളെ കാലിന്റെ അടിയിൽ ഒന്ന് വെച്ചുകൊണ്ട് ഞങ്ങൾ അവരെ ചവിട്ടട്ടെ എന്നാണ്. 10 വയസ്സായിട്ട് നിസ്കരിക്കാത്തവരെ തല്ലാൻ പറഞ്ഞു. നമ്മൾ എന്തിനൊക്കെ തല്ലിനുണ്ട്? ഹോംവർക്ക് ചെയ്യാത്തിന് തച്ചു, പഠിക്കാത്തിന് തച്ചു അല്ലേ? മാർക്ക് കുറഞ്ഞതിന് ചൂടായി. പക്ഷെ അള്ളാഹുവിന്റെ ദീനിൽ പ്രധാനപ്പെട്ട നിസ്കാരം നിർബന്ധമായപ്പോ അതിന്റെ പേരിലൊന്ന്
7ാമത്തെ വയസ്സിൽ നിസ്കാരം കൽപ്പിച്ച ഒരു കുട്ടീനെ 10ാമത്തെ വയസ്സിൽ എന്ത് ചെയ്യേണ്ടി വരില്ല? തല്ലേണ്ടി വരില്ല. നിസ്കരിച്ചിട്ടുണ്ടാവും. ആണ് നമ്മളിൽ നിന്ന് മാതൃകയാ. സുന്നത്ത് നിസ്കാരങ്ങളൊക്കെ പരമാവധി വീട്ടിൽ നിർവഹിക്കുക. എന്തിനാണെങ്കില് നമ്മളെ കുട്ടികളെ കണ്ടു പഠിക്കട്ടെ. റസൂൽ പറഞ്ഞ സുന്നത്ത് നിസ്കാരങ്ങൾ ഏറ്റവും കൂലി കിട്ടുന്ന സ്ഥലം വീടുകളാണ്. വീടുകൾ നിങ്ങൾ ഖബറുകളെ പോലെ ആക്കരുത്. ഖബറിൽ ഖുർആൻ പാരായണമല്ല, നിസ്കാരം ഒന്നും ഉണ്ടാവില്ല അവിടെ. അതുകൊണ്ട് വീട് നിങ്ങൾ അങ്ങനെ ആക്കരുത്. അതുകൊണ്ട് സഹോദരങ്ങളെ, റബ്ബിനോട് എപ്പോഴും പ്രാർത്ഥിക്കുക. റബ്ബി ജഅൽനി മുഖീമസ്സലാ. ധാര പ്രാർത്ഥനയാ ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന. റബ്ബി ജഅൽനി മുഖീമസ്സലാ. അല്ലാഹുവേ എന്നെ നിസ്കാരം നിലനിർത്തുന്നവനാക്കണേ. എന്നെ മാത്രമല്ല വമിൻ ദുർരിയതി, എന്റെ സന്താനങ്ങളെയും. അല്ലാഹു നമ്മെ നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്ന വിശ്വാസികളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെ ഉണർത്തുകയാണ്. നിസ്കാരവുമായി ബന്ധപ്പെട്ടുള്ള മറ്റൊരു കാര്യമാണ്, നമുക്ക് എല്ലാ രംഗത്തും ഹിദായത്ത് കിട്ടിയിട്ടുണ്ട്. പക്ഷെ നിസ്കാരത്തിന്റെ സഫ് ശരിയാക്കുന്ന വിഷയത്തിൽ ഇപ്പോൾ എന്ത് ചെയ്തിട്ടില്ല. നമുക്ക് എത്ര പറഞ്ഞാലും കേൾക്കാത്തൊരു കാര്യമാണ് കേട്ട് കേട്ട് ഹദീസൊക്കെ നമുക്ക് പഠിഞ്ഞു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണില്ല? ആ സഫിന്റെ വിഷയം ഞാൻ എപ്പോഴും പറയാറുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു നിസ്കരിക്കാൻ വേണ്ടി ഇങ്ങോട്ട് തിരിഞ്ഞു നിന്നിട്ട് മാമൂമികളോട് പറയും, നിങ്ങൾ ഉമർ റളിയല്ലാഹു അൻഹു ഏറ്റവും പേടിയുള്ള ഹദീസായിരുന്നു പറയുന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങള്? ഉമർ റളിയല്ലാഹു അൻഹു ഏറ്റവും ഭയമുള്ള ഹദീസായിരുന്നു അത്രയത്. സഫ് ശരിയാക്കി സഫിന്റെ ഇടയിൽ നിങ്ങൾക്ക് തറാസു, ആ ഒരു ചേർമ ഇല്ലാതെയായി പോയാൽ നിങ്ങളുടെ മനസ്സുകൾ ഭിന്നിപ്പിക്കപ്പെടും. ഈ ഹദീസിന് പേടിയായിരുന്നു അവർക്ക്, ഉമർ റളിയല്ലാഹു അൻഹു. കാരണം വിശ്വാസികൾ സഫ് ചേർത്ത് വെക്കാത്തിടത്തോളം കാലം മനസ്സകന്നുകൊണ്ടേയിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സഹോദരങ്ങളെ, ഇതിൽ ഞാൻ ശ്രദ്ധിക്കണില്ല, ഞാൻ ഇന്ന് ശ്രദ്ധിക്കണം, ഞാൻ തീരുമാനിക്കണം. നിങ്ങൾ ഓരോരുത്തരും അങ്ങനെ തീരുമാനിച്ചാൽ ഓക്കെയാണ് സംഭവം. റസൂലുള്ളാഹിന്റെ സുന്നത്താണ് കൂട്ടരെ. എങ്ങനെയാണെന്ന് അറിയങ്ങളെ, ആ ചെറിയ കുഞ്ഞു വിരലുണ്ടല്ലോ, അത് മെല്ലെ കൊണ്ടുപോയിട്ട് മെല്ലെ തട്ടിച്ചേക്കലല്ല. അങ്ങനെ ചില ആൾക്കാർ പരമാവധി ചെയ്യും. ഇതൊക്കെ കേട്ടാലും നിങ്ങൾ പോയിക്കോട്ടെ, ജുമയൊക്കെ ഇങ്ങനെ തന്നെ ഇരിക്കും, ഇങ്ങനെ തന്നെ ഇരിക്കും. 1000 വട്ടം ഞാൻ ഇതിനെ കുറിച്ച് പറഞ്ഞാലും നന്നാവൂല കൂട്ടര്. ഇനി ഇത് പിന്നെ എന്തിനാ പറയണ നിങ്ങള്? നമ്മളെ ബാധ്യത നിർവഹണം. ചിലപ്പോ നന്നായാലോ എന്ന് വിചാരിച്ചുകൊണ്ട് മാത്രമാണ് സഹോദരങ്ങളെ ഞാൻ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യങ്ങളെ, നിങ്ങളുടെ കാലിന്റെ മടമ്പുകൾ ചേർത്ത് വെക്കണം. മടമ്പേതാ? അഞ്ച് അത് പഠിപ്പിച്ചു തരണോ? കാലിന്റെ മടമ്പേതാണ് സഹോദര? ആ കാലിന്റെ നെരിയാണിയുടെ പൊന്തി നിൽക്കണ ആ എല്ലുണ്ടല്ലോ, അത് അപ്പുറത്തോന്റെ കാൽമ തട്ടണം. നമ്മളിപ്പോ ഞാൻ നേരാക്കിയാലും ചില ആൾക്കാർ അപ്പുറത്തോൻ ഇങ്ങനെ എങ്ങനെയാലും നിൽക്കായിരിക്കും. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ എന്താ? വലാ തലഉ ഫുർജതൽ ലിശയാത്തിൻ, ശൈത്താന് ഗ്യാപ്പ് കൊടുക്കല്ലടോ. കാലിന്റെ അടിയിൽ ശൈത്താന് ഗ്യാപ്പ് കൊടുക്കല്ലേ. നിങ്ങളുടെ അപ്പുറത്തവന്റെയും ഇപ്പുറത്തവന്റെയും കാലിന്റെ ഇടയിൽ ഗ്യാപ്പ് വന്നാൽ അവിടെ ശൈത്താൻ വരുമെന്ന് വഹീന്റെ അടിസ്ഥാനത്തിൽ നബി പറഞ്ഞപ്പോ എന്താ നമുക്ക് അതിൽ ശ്രദ്ധയില്ലാതായി പോയി. ശൈത്താന് ഗ്യാപ്പ് കൊടുക്കണ്ടെന്ന് നബി പറഞ്ഞു. അപ്പൊ ചില ആൾക്കാരെ ചോദിച്ചെന്താ, ഇങ്ങനെ വെച്ച അതിന്റെ അടി കയറൂലേ? ബുദ്ധി കൊണ്ട് ഇസ്ലാമിനെ അടക്കം പറയണേ. എങ്ങനെ? ഇങ്ങനെ വെക്കുമ്പോഴേ നമ്മളെ കാലിങ്ങനെ നിൽക്കണല്ലോ, അപ്പൊ അതിന്റെ അടി കയറൂലേ? അങ്ങനെ ചില ചോദ്യങ്ങൾ, ഇങ്ങനെ ഈ കുരുട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്ന ആൾക്കാരാണ്. പള്ളിക്ക് നിങ്ങൾ ഓരോ കാലടികൾക്കും കൂലിയുണ്ട്. അപ്പൊ ഒരാൾ ചോദിച്ചാൽ ഇക്കറല്ലേ വണ്ടിയുമ്പോൾ പോവല്ലേ, കാരണം എല്ലായിടത്തും തട്ടുമല്ലോ, ചവിട്ടി പോകുമ്പോൾ ഇടക്കിടക്ക് ഗ്യാപ്പ് ഉണ്ടല്ലോ എന്ന് ചോദിച്ചു. എന്താ പോയോട് മറുപടി പറയാ? ബാത്റൂമിൽ നിന്ന് മരിക്കുമ്പോൾ എല്ലാവരും എല്ലാം പറ്റും. ഒരുത്തന്നെ ചോദ്യം, അള്ളാന്റെ പേരവിടെ പറയാൻ പാടില്ലല്ലോ. ഞാൻ അവനോട് പറഞ്ഞു, എന്നോട് ചോദിച്ചൊരു ചോദ്യമാണത്. ഞാൻ അവനോട് പറഞ്ഞു, ബാത്റൂമിൽ നിന്ന് മരിക്കാൻ ഇടയാകരുതേ എന്ന് പറഞ്ഞു. അല്ല എന്താ പറയാ? നിങ്ങളെന്ന് ആലോചിച്ച് നോക്കി സഹോദരങ്ങൾ. അതുകൊണ്ട് സഫിന്റെ വിഷയത്തിൽ ഒരു ശ്രദ്ധ അനിവാര്യമായിട്ട് നമുക്ക് വേണം. സഹോദരങ്ങൾ ഇങ്ങനെ ചേർത്ത് വെച്ച് കഴിഞ്ഞാലേ നമ്മുടെ മനസ്സ്, എന്തിന് നമ്മൾ 5 നേരം പള്ളിയിൽ വരാൻ പറഞ്ഞു? നിസ്കാരത്തിന് മാത്രം? അതിൽ കുറെ ഹിക്മത്തുകളുണ്ട്. പരസ്പരം കാണുമ്പോൾ ആ മനസ്സുകൾ ഇങ്ങനെ 5 നേരം പുതുക്കുമ്പോൾ, നമ്മളെ വീട്ടിലെ ഭാര്യ സന്താനങ്ങളെക്കാളും ബന്ധാണ് കൂട്ടരെ 5 നേരം പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്ന ആദർശ സഹോദരങ്ങൾ. നിങ്ങൾക്കറിയോ, എൻ്റെ ഭാര്യയെക്കാളുള്ള ബന്ധം എനിക്ക് നിങ്ങളോടുണ്ട്, ആദർശ സഹോദരങ്ങളോടുണ്ട്. കാരണം ആദർശ സഹോദരങ്ങൾ നിങ്ങളെ പരലോകത്ത് ഓർമ്മപ്പെടുത്തുന്ന ഇമാം ഹസൻ അൽ ബസ്രി പറഞ്ഞത്, കുടുംബം നിങ്ങളെ ഭൗതിക കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുമ്പോൾ ആദർശ സഹോദരങ്ങൾ നിങ്ങൾ ഓലെ കൂടെ ഒന്ന് യാത്ര ചെയ്ത് നോക്കണേ. ദീനുള്ള ആൾക്കാരെ കൂടെ നിങ്ങളൊന്ന് ട്രാവലിംഗ് ചെയ്ത് നോക്കണേ. ഓൾക്ക് പറയുള്ളത് എന്താ? വേറൊന്നുമല്ല, ദീനിനെ കുറിച്ചായിരിക്കും.
അതുകൊണ്ട് റസൂൽ പറഞ്ഞു, ഞങ്ങളെ കോണ്ടാക്ട് ലിസ്റ്റിൽ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അങ്ങനെ നല്ല കൂട്ടുകാർ വേണം. ഉണ്ടോ? അല്ലെങ്കിൽ എപ്പോഴും ഇങ്ങനെ വളഞ്ഞുകൊണ്ടിരിക്കും. ദീനീപരമായിട്ട് നമുക്ക് നന്നാകാൻ കഴിയും. അതുകൊണ്ട് സഫിന്റെ വിഷയം സഹോദരങ്ങളെ നമ്മൾ ശ്രദ്ധിക്കുക. മാത്രമല്ല റസൂൽ പറഞ്ഞ ഒരു കാര്യം കാണാൻ പറ്റും, നിസ്കാരത്തിന്റെ പൂർണ്ണതയിൽപ്പെട്ടതാണ് സഫ് ശരിയാക്കുക എന്നുള്ളത്. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി അതിനെ തൗഫീഖ് കിട്ടാൻ എന്ത് ചെയ്യുക, നമ്മളൊക്കെ പ്രാർത്ഥിക്കുക. സഹാബികളെ സഫിൽ ഇങ്ങനെ നിന്നിട്ട് പോലെ ഡ്രസ്സിന്റെ ഇവിടെ ഇങ്ങനെ നൂല് പൊന്തി നിന്നാണ്, അങ്ങനെ ചേർന്ന് നിന്നിട്ട് നമ്മൾ പോലെ അത്രയും വലിയ പള്ളിയായിട്ട് എന്തിനാ വെറുതെ പിശുക്കി തിരക്കി നിൽക്കണത്? ആ തിരക്കി എന്നതല്ല, ഒരു സുന്നത്തെടുത്തതാണ്. നമ്മളെ നാട്ടിലത്തെ ഇവിടെ കീറിയത് നൂല് പൊന്തിയതായിരുന്നു നമ്മൾ കണ്ടിക്കണ്. ബസ്സത്തെ കണ്ടക്ടറുടെ കമ്പിമ്മ ചാരിയിട്ട് അല്ലേ? നമ്മളത് ഏതെങ്കിലും കുപ്പായോ ഡ്രസ്സോ നൂല് പൊന്തലുണ്ടോ? നൂല് പൊന്തിക്കണം എന്നല്ല ഈ പറഞ്ഞത്. ചേർന്ന് നിൽക്കുക, അതിലൊരു ഒരുമയും ഒരു സ്നേഹവും നിസ്കാരം കഴിയുമ്പോൾ നമുക്ക് കിട്ടും. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇമാമിനെ കൊണ്ട് പറയിപ്പിക്കണം നിൽക്കണ്ട. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ, ഈ 5 നേരം പള്ളിയിലേക്ക് വരുന്ന ആൾക്കാർക്ക് വരുന്ന അബദ്ധം എന്താ വെച്ചാൽ, ഇമാമിന്റെ നേരെ ബാക്കിൽ വേണം നിൽക്കും. പിന്നെ അടുത്ത ആളെവിടെ വന്ന് നിൽക്കേണ്ടത്? ഇമാമിന്റെ വലതുഭാഗത്തിന് ഏറ്റവും കൂലി. അതിന് വരുന്നവരൊക്കെ വലത്തു നിൽക്കണം എന്നതിന്റെ അർത്ഥം അല്ല. അതാണ് റസൂൽ പറഞ്ഞത് അല്ലേ? അതെ, നിസ്കാരത്തിൽ നിങ്ങൾ സഫിന് വേണ്ടി നീതി കാണിക്കുക, അപ്പുറത്തും ഇപ്പുറത്തും ബാലൻസ് കീപ്പ് ചെയ്യണം. നമ്മളെ പള്ളിയിൽ അത് ചെയ്യാത്തോണ്ട് ഒരു ദിവസം നീച്ചു എന്നാണ് പറഞ്ഞു. നിസ്കാരം കഴിഞ്ഞ ഉടനെ അതിൽ 1-2 ആൾക്കാർ പറഞ്ഞു നിസ്കാരം കഴിഞ്ഞിട്ട് പറഞ്ഞാൽ പോരായിരുന്നു. നിസ്കാരം കഴിഞ്ഞ പിന്നെ ചില ആൾക്കാർ ഓടൂലേ, അങ്ങനെ പോയിട്ട് കിട്ടണ്ട ചാച്ച എണീറ്റെന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് നിസ്കരിക്കാൻ വരുന്ന ആൾക്കാർ എന്ത് ചെയ്യുക, സഫിന്റെ 2 ഭാഗവും ബാലൻസ് ചെയ്യുക. ഇവിടെയും അവിടെയും ഓക്കെയാണോ? പിന്നെ വരുന്ന ആൾ എവിടെ കണ്ടത്? വലതു ഭാഗത്താണ്. കാരണം അവിടെ കൂലി. വലതു ഭാഗത്ത് ഒരാൾ അധികമാണോ എങ്കിൽ അടുത്ത ആൾ എവിടെ കണ്ടേ? ഇപ്പുറത്താണ്. അല്ല എങ്കിൽ ബാക്കിയുള്ള നിസ്കാരത്തെ ബാധിക്കും. അത് ഇത് ഇന്ന് സുബഹിക്ക് ഒരു ചർച്ച ഉണ്ടായ ഒരു വിഷയമാണ് ആ കുറിച്ച്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ വിഷയത്തിലേക്ക് ഒരു ശ്രദ്ധ ഉണ്ട്. നിങ്ങളിപ്പോ അറബ് രാജ്യത്തൊക്കെ പോയ ആൾക്കാർ, നിങ്ങൾക്ക് ഇതിനെ കുറിച്ചൊക്കെ അറിയാലോ അല്ലേ? ഇതിന്റെ വിഷയത്തെ ഗൗരവത്തെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് എത്ര ആലിമീങ്ങളായ അവിടുത്തെ എന്താ പറയുക ദാഇമാർ പറഞ്ഞിരുന്നുണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിലേക്കൊന്ന് മടങ്ങി 5 നേരം നമ്മൾ 1-2 വക്തൊക്കെ ചിലപ്പോൾ നമുക്ക് ഈ പറഞ്ഞതൊക്കെ ചെയ്യാൻ കുറച്ച് പ്രയാസം ഉണ്ടാവും. പിന്നെ ശരിയാവും ഇൻഷാ അല്ലാഹ്. അള്ളാഹുവിനോട് ആത്മാർത്ഥമായി തൗഫീഖിന് വേണ്ടി പ്രാർത്ഥിക്കുക. അള്ളാഹു നമ്മെ എല്ലാം യഥാർത്ഥ വിശ്വാസികളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. നിസ്കാരം നാളെ പരലോകത്ത് അള്ളാഹു വിചാരണക്കെടുക്കുമ്പോൾ അള്ളാഹു നമ്മുടെ എല്ലാ നിസ്കാരത്തിൽ വന്ന ചെറിയ ചെറിയ കുറവുകളെല്ലാം ദൂരീകരിച്ച് നമ്മുടെ ആരാധനകളിൽപ്പെട്ട ഏറ്റവും ശ്രേഷ്ഠകരമായ ഇബാദത്തിനെ അള്ളാഹു പൂർണ്ണാർത്ഥത്തിൽ നാളെ പരലോകത്ത് കബൂലാക്കുമാറാകട്ടെ. നമ്മളെയും നമ്മുടെ സന്താനങ്ങളെയും അള്ളാഹു നമസ്കാരം നിലനിർത്തുന്നവരിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. നാളെ പരലോകത്തൊരു വിഭാഗത്തെ സ്വർഗത്തിലേക്കും മറുവിഭാഗത്തെ നരകത്തിലേക്കും അള്ളാഹു തിരിച്ചുവിടുമ്പോൾ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന വിജയികളിൽ അള്ളാഹു നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. താങ്ങാൻ കഴിയാത്ത വലിയ വലിയ രോഗങ്ങളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും അള്ളാഹു നമ്മയും ബന്ധപ്പെട്ടവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മളിൽ രോഗികളുണ്ട്, അള്ളാഹു ഷിഫാവുൻ ആജില പ്രദാനം ചെയ്യുമാറാകട്ടെ. സാമ്പത്തികമായി പ്രതിസന്ധികൾ അനുഭവിക്കുന്നവരുണ്ട്, അള്ളാഹു എളുപ്പവും സമാധാനവും സാമ്പത്തിക രംഗത്തെ ബറക്കത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജോലി മേഖലയിൽ അള്ളാഹു ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ ഇണകളിൽ നിന്നും മക്കളിൽ നിന്നും അള്ളാഹു നമുക്ക് കൺകുളിർമ പ്രദാനം ചെയ്യുമാറാകട്ടെ. ഏത് സമയത്ത് അള്ളാഹുവിൻ്റെ അലംഘനീയമായ തീരുമാനത്തിൻ്റെ മുന്നിൽ കിടന്നു കൊടുക്കേണ്ടി വന്നാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുച്ചരിച്ച് ഒരു യഥാർത്ഥ മുഅ്മിനായി സ്വർഗം കണ്ടു മരിക്കുന്ന ഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞുമറിയാതെ വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളെല്ലാം വിശാലമായി പാപങ്ങൾ പുറത്തുവരുന്ന റഹ്മാനായ റബ്ബ് ഈ സദസ്സ് പിരിഞ്ഞു പോകുന്നതിന് മുമ്പ് തന്നെ നമ്മയെല്ലാം ശുദ്ധീകരിച്ച് അവൻ നമുക്ക് പാപങ്ങളെല്ലാം വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി ഖാദി الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.